കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ പ്ലാനിലേക്ക് ഇലക്ട്രിക്കൽ സിമ്പലുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ കാൽക്കുലേഷൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ ഈ സിമ്പലുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഇതിലേക്ക് എല്ലാം മാർക്ക് ചെയ്ത് കാണിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, ടെക് പരമായ വീഡിയോകൾ എന്നിവയാണ് ഇതിൽ കൂടുതലും അപ്ലോഡ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാനതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ പഴയ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോകളും കാണാവുന്നതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്യുക. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൻ്റെ DB എത്ര വേഡ് വേണം, ഏതെല്ലാം MCBകളാണ് ഉപയോഗിക്കുന്നത്, എത്ര ആംപിയറിൻ്റെ MCB, RCCB, ഐസൊലേറ്റർ എന്നിവയുടെ കണക്കുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതിനായി ആദ്യം നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ലോഡുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. വാട്ട് ആർ ദ ഹോം ലോഡ്സ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ആദ്യം എന്തൊക്കെയാണ് ലോഡുകളെന്ന് അറിയണം. അതാണ് ഈ കാണിക്കുന്നത്. റെസിസ്റ്റീവ് ലോഡുണ്ട്, ഇൻഡക്റ്റീവ് ലോഡ്. ഈ രണ്ട് ലോഡുകളാണ് നമുക്ക് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇൻഡക്റ്റീവ് ലോഡാണ് കാണിക്കുന്നത്. ഇൻഡക്റ്റീവ് ലോഡിൽ ഫാൻ, മോട്ടോർ, ഗ്രൈൻഡർ, എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേറ്റർ ആൻഡ് വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ ഉള്ള ലോഡുകളാണ് ഇൻഡക്റ്റീവ് ലോഡിൽ വരുന്നത്. അതായത് മോട്ടോറുകൾ ഉള്ള അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറുകളുള്ള ലോഡുകളെല്ലാം ഇൻഡക്റ്റീവ് ലോഡെന്ന് ആണ് പറയുന്നത്. അടുത്തതായി റെസിസ്റ്റീവ് ലോഡാണ് നോക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകാണ്ടസൻറ്റ് ലാമ്പ്. ഇൻകാണ്ടസൻറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന ബൾബുകളാണ്. പിന്നെയുള്ളത് വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ഹീറ്റർ എന്നിങ്ങനെയാണ്. ഇതുകൂടാതെ ഒരു ലോഡ് കൂടിയുണ്ട്. അത് വീടുകളിൽ സാധാരണ വരാറില്ല. അതായത് കപ്പാസിറ്റീവ് ലോഡാണ്. ഈ 3 ലോഡുകളെ പറ്റിയും നമ്മുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ ബെഡ്റൂമിലേക്കുള്ള ലോഡുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 3 ബെഡ്റൂമിൻ്റെയും ലോഡുകളാണ് ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി കാണിക്കുന്നത്. ആദ്യം ബെഡ്റൂം 1ൻ്റെ ലോഡാണ്. ഈ കാണുന്ന പോലെ ട്യൂബ് ലാമ്പ് ഒരെണ്ണം, അത് 40 വാട്ട്സാണ്. LED ലാമ്പ് 3 LED ലാമ്പുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നോർമൽ ലാമ്പ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് LED ലാമ്പ് ആയതുകൊണ്ട് LED ലാമ്പിൻ്റെ കണക്കാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് ഈ കാണുന്ന 3 എണ്ണമാണ്. അത് 9 വാട്ട്സാണ് ഒരു LED ലാമ്പിന് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതായത് 27 വാട്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്കനുസരിച്ച് 3 മുതൽ 15 വാട്ട് വരെയാണ് LED ലാമ്പ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതാണോ ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ കണക്ക് എഴുതി കൊടുത്താൽ മതിയാവും. ഫാൻ 60 വാട്ടാണ്. സോക്കറ്റ് 2 എണ്ണം 60 വാട്ട് വെച്ച് 120 വാട്ട്. ഇതുകൂടാതെ ഈ ഫസ്റ്റ് ബെഡ്റൂമിൽ ഒരു 110ൻ്റെ AC കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിന് 1200 വാട്ടാണ് കാണിക്കേണ്ടത്. അടുത്ത് ബെഡ്റൂം 2ൻ്റെ ലോഡ് നോക്കാം. ബെഡ്റൂം 2ലും ഇതേ ലോഡ് തന്നെയാണ്. ഇതിൽ AC മാത്രമില്ലെന്നേ ഉള്ളൂ. ട്യൂബ് ഒരെണ്ണം, LED ലാമ്പ് 3 എണ്ണം, ഫാൻ ഒരെണ്ണം, സോക്കറ്റ് 2 എണ്ണം. സോക്കറ്റ് ഞാനിവിടെ ഒരെണ്ണമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ വേണമെങ്കിൽ ഒരു സോക്കറ്റ് കൂടി കൊടുക്കാം. സാധാരണ റൂമുകളിൽ 2 സോക്കറ്റ് വരാറുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് 120 വാട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായി ബെഡ്റൂം 3 ആണ്. 3യുടെയും അതേ ലോഡ് തന്നെയാണ്. നമുക്കിവിടെ കാണാം. സെയിം ലോഡാണ്. മറ്റ് റൂമുകളുടെ നോക്കാം. അടുത്ത് നമുക്ക് കിച്ചണും ഹാളും സിറ്റ് ഔട്ടുമാണ് ഇനി കാണിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ലോഡ് 1 ആണ് ആദ്യം കാണിക്കുന്നത്. ഇവിടെ 2 സർക്യൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടും ഈ കാണുന്ന ഒരു ലൈറ്റും ഈ ഒരു ഫാനും ഇതിൽ വരുന്നത് കാരണം ഇത്രയും നമ്മൾ ഈ ഒറ്റ ലോഡിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അത് രണ്ടാമതായി വരും. ഈ ഭാഗമാണ് ആദ്യത്തേത് നമ്മളിപ്പോൾ പറയുന്നത്. ട്യൂബ് ലാമ്പ് 2 എണ്ണം. ഈ 2 ട്യൂബ് ലാമ്പാണ്. അത് 80 വാട്ട്. LED 1x9 9 വാട്ട്. ഫാൻ 2 120 വാട്ട്. സോക്കറ്റ് 1 60 വാട്ട്. LED 4 എണ്ണം. അതായത് ഈ 4 LEDകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 എണ്ണം കൂടി 5 വാട്ട് വെച്ച് 20 വാട്ടേ ആവുകയുള്ളൂ. സാധാരണ സീലിംഗ് മൗണ്ട് LED ലാമ്പുകൾക്ക് 5 വാട്ടാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്.
അടുത്തതായി ഒരു കോളിംഗ് ബെല്ല് 25 വാട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിനകത്ത് ഞാൻ വിശദീകരിച്ച് ഓരോ സിമ്പിൾസും എന്തൊക്കെയാണെന്ന് ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഡൈനിങ് ഹാളിൻ്റെ രണ്ടാമത്തെ ലോഡാണ് നോക്കുന്നത്. ലോഡ് 2, അതായത് ഈ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ട്യൂബ് ലാമ്പ് 1, LED ലാമ്പ് ഒരെണ്ണം, ഫാൻ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് സിറ്റ് ഔട്ടിൻ്റെ ഫാനാണ്. സോക്കറ്റ് 2, അത് നമ്മളിവിടെ TV പോയിൻറ്റിനായി കൊടുത്തിരുന്നതാണ്. LED 2 എണ്ണം, അതായത് ഈ കാണുന്ന 2 LED ലാമ്പുകൾ സീലിംഗ് ലാമ്പാണ്. 2 എണ്ണം 5 വാട്ട് വീതം, 2 എണ്ണം 10 വാട്ട്. അങ്ങനെയാണ് നമ്മൾ ലോഡ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലോഡ് നോക്കാം. കിച്ചണിൻ്റെ ലോഡ് 1 ആണ് നോക്കുന്നത്. കിച്ചണിൽ 2 ലോഡുകൾ പറയുന്നുണ്ട്. LED ലാമ്പ് 9 വാട്ട് വീതം 4 എണ്ണം 36 വാട്ട്, ഫാൻ 1 60 വാട്ട്, സോക്കറ്റ് 2 എണ്ണം, സോക്കറ്റ് 2 60 വാട്ട് വീതം 120 വാട്ട്, എക്സോസ്റ്റ് ഫാൻ 1, അത് ഈ കാണുന്നതാണ് എക്സോസ്റ്റ് ഫാൻ, അത് 25 വാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലോഡിൽ പമ്പിനുള്ള ഒരു DP സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 HP മോട്ടറിൻ്റെ ലോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. 375 വാട്ടാണ്. കൂടാതെ അടുത്തത് ഒരു പവർ പ്ലഗ് ഈ കാണിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിനായി ഉപയോഗിക്കാനുള്ളതാണ്. അത് 500 വാട്ടാണ്. പിന്നെ ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ലോഡാണ് നോക്കേണ്ടത്. ബാത്റൂമിൻ്റെ ലോഡിലും 40 വാട്ട് ട്യൂബ് ലാമ്പ് ബാത്റൂമിൻ്റെ പുറത്തുള്ള പാസേജിലുള്ള ലോഡാണ്. LED ലാമ്പ് ബാത്റൂമിനകത്തെ ലാമ്പാണ്, ഇത് 9 വാട്ട്, എക്സോസ്റ്റ് ഫാൻ 1 25 വാട്ട്. ഈ കാണുന്നത് എക്സോസ്റ്റ് ഫാനിൻ്റെ സിമ്പിളാണ്. ഇനി സ്റ്റോർ റൂമിൻ്റെ ലോഡാണ്. സ്റ്റോർ റൂമിന് ഒരു ട്യൂബ് ലാമ്പ്, ഒരു LED ലാമ്പ്, പവർ പ്ലഗ് ഒരെണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പവർ പ്ലഗ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ DB ഇവിടെ വരുന്നത് കാരണം നമ്മൾ ഇവിടെയാണ് ഇൻവെർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ സോക്കറ്റ്, ഒരു പവർ സോക്കറ്റ് കൊടുത്തത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ടോട്ടൽ ലോഡ് നോക്കണം. ഇത്രയുമാണ് നമുക്ക് വരുന്ന ടോട്ടൽ ലോഡ്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ MCB കണക്കാക്കുന്നത്. നമുക്ക് ഈ ചാനൽ കൂടാതെ ഒരു വെബ്സൈറ്റ് കൂടിയുണ്ട്. www.techforyou.com എന്നാണ് അതിൻ്റെ പേര്. ഗൂഗിളിൽ www.techforyou.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അതിൽ ഇലക്ട്രോണിക്സ് പരമായ കൂടുതൽ ആർട്ടിക്കിളുകൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലാണ് ഞാൻ കൂടുതലും വിശദമായിട്ട് കാൽക്കുലേഷൻ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും www.techforyou.com. ഓരോ റൂമിലേക്കും ഓരോ MCB വീതമാണ്. ഓരോ സർക്യൂട്ടിനും എത്ര MCB വേണമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതാണ് ഈ പറയുന്നത്. ബെഡ്റൂം 1 റെസിസ്റ്റീവ് ലോഡ് 247 വാട്ട്സാണ്. അതിന് MCB 3 ആംസ് മതിയാവും. MCB 3 ആംസിൻ്റെ B ടൈപ്പാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ഈ 3 ആംസ് കിട്ടിയില്ലെങ്കിൽ നോർമലി ഇപ്പോൾ 6 ആംസ് ആണ് വരുന്നത്. 6 ആംസ് വെച്ചാലും മതിയാവും. കണക്ക് വെച്ച് നോക്കിയാൽ ഇതിന് മാക്സിമം 3 ആംസ് മതിയാവും. അതുകൊണ്ടാണ് ഇവിടെ 3 ആംസ് എന്ന് എഴുതിയത്. ഓരോ സർക്യൂട്ടിനും 6 ആംസ് ആണ് ഇപ്പോൾ കാണുന്നത്. 3 ആംസ് കിട്ടുമെങ്കിൽ അതിടുന്നതാണ് നല്ലത്. ഇൻഡക്റ്റീവ് ലോഡിന്, അതായത് AC-ക്കുള്ള ലോഡാണ് അടുത്തത്. AC-ക്ക് 1200 വാട്ട്സാണ്. അത് MCB 15 ആംസ് തന്നെ ഉപയോഗിക്കണം. അത് C ടൈപ്പും ആയിരിക്കേണ്ടതാണ്. ഇൻഡക്റ്റീവ് ലോഡിന് C ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത്. റെസിസ്റ്റീവ് ലോഡിന് B ടൈപ്പ് മതിയാവുന്നതാണ്. അടുത്ത നമുക്ക് ബെഡ്റൂം 2ൻ്റെ ലോഡാണ്. റെസിസ്റ്റീവ് ലോഡ് 247 സെയിം ലോഡാണ്. MCB 3 ആംസ് B ടൈപ്പ്. ബെഡ്റൂം 3ക്കും അതേ ലോഡും അതേ MCB ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഡൈനിങ് ഹാളിന് റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡ് 289 വാട്ട്സ്, MCB 3 ആംസ് B ടൈപ്പ്. ഡൈനിങ് ഹാൾ ലോഡ് 2 ആണ് ഇനി അടുത്തത്. അത് 264 വാട്ട്സ് വരുന്നുണ്ട്. അത് MCB 3 ആംസ് മതിയാവും. കിച്ചൻ്റെ ലോഡ് 321 വാട്ട്സ് വരുന്നുണ്ട്. അത് MCB 3 ആംസ് തന്നെ, B ടൈപ്പ്. കിച്ചൺ ലോഡ് 2 ആണ് അടുത്തത്. ഇൻഡക്റ്റീവ് ലോഡ് 375 വാട്ട്, MCB 6 ആംസ്. അതായത് ഇത് മോട്ടറിന് വരുന്ന, അതായത് നമ്മുടെ വാട്ടർ പമ്പിന് വരുന്ന ലോഡാണ്. അതുകൊണ്ടാണ് ഇവിടെ 6 ആംസ് C ടൈപ്പ് പറഞ്ഞത്. ചിലർ ഇത് 10 ആംസ് ഉപയോഗിക്കാറുണ്ട്. 1 HP മോട്ടറാണെങ്കിൽ, അതായത് 750 വാട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ MCB 10 ആംസ് C ടൈപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 1/2 HP ലോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് പവർ പ്ലഗ് ആണ്. 500 വാട്ട്സ്, MCB 6 ആംസ് C ടൈപ്പ്. ഇത് നമ്മൾ ഫ്രിഡ്ജിനായി ഉപയോഗിക്കേണ്ട ലോഡാണ് ഈ പറഞ്ഞത്. അടുത്തത് സ്റ്റോർ റൂം ലോഡാണ്. സ്റ്റോർ റൂം ലോഡിന് 80 വാട്ട്സ് മാത്രമേ ഉള്ളൂ. ഇത് 2 ആംസ് പോലും വരില്ല. 2 ആംസ് കുറഞ്ഞ MCB കിട്ടില്ല. അതുകൊണ്ടാണ് 2 ആംസ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഇത് വളരെ കുറഞ്ഞ ലോഡാണ് ഇതിനകത്തുള്ളത്. അടുത്ത ഇൻവെർട്ടർ പോയിൻ്റ് 500 വാട്ട്സാണ്. പവർ പ്ലഗ് ആണ് അവിടെ ഞാൻ കാണിച്ചിരുന്നത്. സ്റ്റോറിൽ നമ്മൾ ഇൻവെർട്ടറിന് വേണ്ടി പോയിൻ്റ് കാണിച്ചിരുന്നത് പവർ പോയിൻ്റ് ആയതുകൊണ്ടാണ് 500 വാട്ട്സ് എഴുതിയിരിക്കുന്നത്. MCB 10 ആംസ് C ടൈപ്പ് തന്നെ ഉപയോഗിക്കുക. അടുത്തത് ബാത്റൂം ലോഡാണ്. ബാത്റൂമിൻ്റെ ലോഡ് നമുക്ക് 105 വാട്ട്സാണ് കാൽക്കുലേറ്റ് ചെയ്തത്. MCB 2 ആംസ് B ടൈപ്പ് മതിയാകും. ടോട്ടൽ കാൽക്കുലേറ്റഡ് ലോഡാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന് അടുത്ത് നമുക്ക് RCCB എത്രയുടെ വേണം, ഐസൊലേറ്റർ എത്രയുടെ വേണം എന്നാണ് ഇനി പറയുന്നത്. അടുത്തതായി നമ്മൾ ഈ കംപ്ലീറ്റ് ലോഡും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ടോട്ടൽ വാട്ട്സ് വരുന്നത് 4344 വാട്ട്സാണ്. ടോട്ടൽ കിലോ വാട്ടായിട്ട് പറഞ്ഞാൽ 4.344 കിലോ വാട്ടാണ്. ഇതിൽ ബാത്റൂമിൽ ഞാനൊരു വാട്ടർ ഹീറ്റർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു. വാട്ടർ ഹീറ്റർ ഞാൻ ഒഴിവാക്കിയത് എന്താണെന്ന് വെച്ചാൽ മിനിമം അതിന് 1000 വാട്ട്സ് ലോഡ് കാണിക്കണം. 5000 വാട്ടിനും മുകളിൽ പോകുന്നത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. 5000 വാട്ടിന് മുകളിൽ പോയാൽ സ്ലാബ് വേറെയാകും, പിന്നെ 3 ഫേസ് കണക്ഷനൊക്കെ അപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി വിട്ടത്. അടുത്ത നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റഡ് MCB ആണ് ഈ പറയുന്നത്. അത് 2 ആംസ് 2 നമ്പറാണ് പറഞ്ഞിരുന്നത്, 3 ആംസ് 6 നമ്പർ, 6 ആംസ് 2 നമ്പേഴ്സ്, 10 ആംസ് 1 നമ്പർ, 15 ആംസ് 1 നമ്പർ. ഇത്രയുമാണ് നമ്മുടെ ടോട്ടൽ MCBകൾ വരുന്നത്. അതായത് 12 MCB നമുക്ക് ടോട്ടൽ വേണ്ടി വരും. ബ്രാഞ്ച് സർക്യൂട്ടായിട്ട് 12 നമ്പേഴ്സ് നമുക്ക് MCB ഉപയോഗിക്കേണ്ടി വരും. അടുത്തത് നമുക്ക് ടോട്ടൽ MCB, RCCB, ഐസൊലേറ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ MCB 12 നമ്പേഴ്സ്, 63 ആംപിയർ 0.03 ആംസിൻ്റെ RCCB ആണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. അതായത് 63 ആംസ് 30 മില്ലി ആംപിയറിൻ്റെ ട്രിപ്പിംഗ് കറണ്ടുള്ള RCCB വേണം ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഐസൊലേറ്റർ 63 ആംസ് 2 പോൾ ഐസൊലേറ്ററാണ്, അല്ലെങ്കിൽ ഡബിൾ പോൾ MCB ഒരെണ്ണമാണ് ഇതിനകത്ത് EDBയിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് എത്ര വേയുടെ DB വേണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്നാലും ഇപ്പോൾ ഇത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 12 നമ്പർ MCB ഉള്ളതുകൊണ്ട് അത് 12 കൂട്ടണം. കൂടാതെ RCCBക്ക് 2 MCBയുടെ സ്പേസ് വേണം. അതുപോലെ തന്നെ ഐസൊലേറ്ററിനും 2 MCBയുടെ സ്പേസ് വേണ്ടതാണ്. അതുകൊണ്ട് സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എത്രയാണെന്ന് നോക്കാം. അതായത് സിംഗിൾ ഫേസ് 16 വേ DB വേണം ഇതിനായി ചൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ വിട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുത്തത് എന്ന് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. MCB എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, RCCB എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇല്ലെങ്കിൽ ഐ ബട്ടണിൽ കാണാം. എൻ്റെ സ്ക്രീനിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റ് വീഡിയോകളുടെ താഴെ മറ്റ് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അതാത് വീഡിയോകൾക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.